ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ ഇന്ന് രാവിലെ ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ ദോശയൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തിയാണ്. ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുത്തായിരുന്നു. ഇത്തിരി കടലയൊക്കെ നമ്മുടെ പൊട്ട് കടലയുണ്ടല്ലോ അതൊക്കെ ചേർത്താണ് അരച്ചത്. അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഈ അരച്ചത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീ അങ്ങ് ഓഫാക്കും. അല്ലെങ്കിൽ അത് കടല ആയതുകൊണ്ട് അത് ഇത്തിരി അതുകൊണ്ട് ആ പാനിൻ്റെ ചൂടിൽ അതങ്ങ് ചൂടായാൽ മതി. അപ്പം ദോശയൊക്കെ രാവിലത്തെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ ഇനി ഉച്ചക്കത്തെ പരിപാടിയെ ഇതങ്ങനെ നമുക്കങ്ങനെ കിട്ടാറുള്ളതല്ല. അന്ന് ഞങ്ങൾ വാങ്ങാൻ നോക്കാൻ പോകുന്ന കണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു. ഇത്ര ഇരിക്കട്ടെ, പൊളിച്ച് പോയാലേ. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇത്തിരി ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും അങ്ങ് തൊലി നമുക്ക് കളയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത്രയും തൊലി കളയേണ്ടി വരത്തില്ലായിരുന്നു. അപ്പം ഞാൻ കവർ ഇട്ടിട്ട് വീണ്ടും ഞാനൊന്ന് എടുത്ത് നോക്കുന്നത് എന്താണോ, അതിൻ്റെ ആ ഇതുണ്ടല്ലേ, നമ്മൾ ഈ തേൻ കുടിക്കുന്ന ആ സാധനം, അത് ഫ്രഷ് ആയിരുന്നെങ്കിൽ അത് അരിഞ്ഞ് ഒന്ന് തോരൻ ഉണ്ടാക്കാനുണ്ടോ എന്നാണ് ഞാൻ നോക്കിയേ. അപ്പോൾ അത് ഫ്രഷ് അല്ലായിരുന്നു. പിന്നെ ഞാനതങ്ങ് കെട്ടി അങ്ങ് കളഞ്ഞു. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാമേ. ആദ്യം കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവാം. എത്രയ്ക്കാണെങ്കിലും കയ്യിൽ കറ വരും. നമ്മുടെ നാട്ടിലത്തേത് നല്ല കറ വരും. ഇതിൽ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഈ കൈ തേക്കണ്ടായിരുന്നു. ഇങ്ങനെ കുത്തി ഇതങ്ങ് പോട്ടെ. ഇങ്ങനെ പൊടിയായിട്ട് കുത്തി അരിഞ്ഞെടുക്കാം. ഞാൻ പിന്നെ ഒരു തോരൻ വെക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് തോരനാണ് വെക്കുന്നത്. നമ്മൾ ഈ കൂമ്പുണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ കൂമ്പാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കൂമ്പ് തോരൻ വെച്ചിട്ട് നമ്മളെടുത്തൊന്ന് കഴിക്കുമ്പോഴേ നമ്മുടെ മൂക്കിലൊരു എന്താ പറയണമെന്നൊരു ക്രാം പോലെ വരുമായിരുന്നു. അതെല്ലാവർക്കും വരുമെന്ന് എനിക്കറിയത്തില്ല, ചില സമയത്ത് വരും. ഒരു തുമ്മാനായിട്ട് നമുക്ക് വരും ഇത്. അപ്പോൾ ഇതിനൊരു ചെറിയ ഒരു കയ്പ്പ്, നമ്മുടെ ഇതിൽ അമരയ്ക്ക അത്രയും വരത്തില്ല. അത് ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതൊക്കെ നല്ല ഗുണമുള്ളതല്ലേ. പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഏത്തക്കയുടെ കൂമ്പ് ആരും എടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂമ്പിന് ഓടി നടക്കുക. കാരണം ഈ ഞങ്ങൾ നാട്ടിൽ പോകുമ്പം ഇപ്പോഴില്ല, ഒരിടയ്ക്ക് ഈ കണ്ടത്തിൽ ഇങ്ങനെ വാഴ നടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂമ്പ് ഇഷ്ടം പോലെ അവർ ഒരു സമയമാകുമ്പോൾ ആ കൂമ്പങ്ങ് ഒടിച്ചു മാറ്റും. അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പശുവിനും ആടിനൊക്കെ ആയിരുന്നു കൂമ്പൊക്കെ അരിഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം മനുഷ്യർ കൂമ്പിനൊക്കെ ഓടി നടക്കും. ഇതൊക്കെ നല്ല പോഷക ഗുണമുള്ള സാധനമല്ലേ നമ്മുടെ ശരീരത്തിന്. ഇവിടെ നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കൂമ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത്, അപ്പം ഞാൻ കൈ കാണിക്കാൻ വിട്ടുപോയി. നാട്ടിൽ നമ്മൾ കൂമ്പരിയുമ്പോൾ അങ്ങ് നന്നായി നമ്മുടെ കൈ കറുക്കും. പക്ഷെ അത്രയും ഇവിടുത്തെ ഇതിൽ കറുത്തില്ല കേട്ടോ. അപ്പം ഞാൻ കൂമ്പ് തോരൻ വയ്ക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പില, ഇതിൽ സവാള പച്ചമുളക് ഒക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഞാൻ തേങ്ങ ഇച്ചിരി ഒന്ന് ചതച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ. അതിൻ്റെ അകത്ത് തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കും. ഇത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ട് ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ കൂമ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂമ്പിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ആ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതിനൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി ഒരു വല്ലാത്തൊരു
കയ്പല്ല, അതിന് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ, ഈ പിള്ളേർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എങ്കിലെന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി ഒരു കൈപ്പൊടിയോളം ചെറുപയർ കൂടൊന്ന് വേവിച്ചതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്ത് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് ഒരിച്ചിരി പയർ വേവിച്ചത്, കുക്കർ വേവിച്ച പയറുകൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ പയറുകൂടെ ചേർക്കുമ്പം ടേസ്റ്റിൽ ഒന്നും മനസ്സിലാവത്തില്ല. എനിക്കൊക്കെ അത് ആ കൂമ്പ് തന്നെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂമ്പ് തോരനൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ദിവസത്തെയാണ്, ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോകളെ ഇന്നലെ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കുഞ്ഞൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസത്തെയും കൂടി ഇതിൻ്റെ അകത്തങ്ങ് ഇൻക്ലൂഡ് ചെയ്തേ കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ പിന്നെ ചെയ്യുന്നത് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി സവാളയൊക്കെ, ഇപ്പം ആർക്കും കോളേജിലും പോകണ്ട സ്കൂളിലും പോകണ്ട, ഒരാൾക്ക് സ്റ്റഡി ലീവും ഒരാൾക്ക് വെക്കേഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് സവാളയൊക്കെ, അല്ലെങ്കിലും ഞാൻ പച്ചക്കറികൾ അരിഞ്ഞ് വെക്കും, പാസ്ത ഉണ്ടാക്കുകയാണെങ്കിലും സവാള അരിഞ്ഞ് വെക്കത്തില്ല. സവാള വേണമെങ്കിൽ തൊലി കളഞ്ഞ് ഈ വെളിയിൽ തന്നെ ഡബ്ബയിൽ അടച്ചു വെക്കത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യാറില്ല, രാവിലെ സവാള പൊളിക്കത്തുള്ളൂ. പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കുമായിരുന്നു. അപ്പം കുക്കറിൽ ഞാൻ സവാളയും കൂടെ ഇട്ട് കൊടുത്ത്, അപ്പം ഇവരിവിടെ ഉള്ളപ്പോൾ അവർക്ക് ചൂടോടെ കഴിക്കാൻ നല്ലതല്ലേ. നാട്ടിൽ നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയില്ലേ? വീട്ടിൽ വിളിച്ചോണ്ടേ ഇന്നലെയും പെയ്ത് നല്ല മഴ, ഇന്നും പെയ്തെന്ന് പറയുന്നു. അമ്മ ചോദിച്ചു ഇവിടെ മഴയുണ്ടോ? ഞാൻ പറയും ഇവിടെ മഴയുടെ കോള് പോലും ഇല്ലെന്ന്. മഴ വന്നാൽ കണ്ടിന്യൂസ് മഴയാണെങ്കിൽ നമ്മൾ പറയൂ വെയിലായിരുന്നു നല്ല, തുണികൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം മഴ ഇല്ലെങ്കിൽ പറയും ഇച്ചിരി മഴ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓരോ ക്ലൈമറ്റിലും നമുക്ക് ഓരോ കംപ്ലൈൻ്റാണ്. തണുപ്പാണെങ്കിൽ പറയോ എന്തോ തണുപ്പാ, ചൂടാണെങ്കിൽ പറയും എന്തോ ചൂടാ. മഴയാകുമ്പം ഞാൻ നോക്കിയിട്ട് ചൂടാന്നേലും മഴയാന്നേലും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇന്നങ്ങനെ ഇന്നലത്തെ ഒക്കെ ഇച്ചിരി ഇരിപ്പുണ്ട്. എന്നാലും ഇന്നൊരു തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാമെന്നും പറഞ്ഞിരിക്കുവാണ്. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു ഇന്നത്തെ ഒരു ന്യൂസ്? കൊച്ചിയിൽ MBA ആണെന്ന് തോന്നുന്നു, MBAക്ക് പഠിക്കുന്ന ഒരു പെങ്കൊച്ച് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പാതിരാത്രിക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയി ആ ബോയ് ഫ്രണ്ടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വേറെ 2 പേര് ഈ പെണ്ണിനെ മാനഭംഗപ്പെടുത്തി. ആ പെണ്ണ് ഒരു വിധത്തിൽ അർത്ഥനഗ്നയായിട്ട് ഇറങ്ങി ഓടിയെന്നാണ് ന്യൂസിൽ പറയുന്നത്. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആൾക്കാരെന്തിനാ ആണുങ്ങളെ എന്തിനാ കുറ്റം പറയുന്നത്? ഈ പെങ്കൊച്ച് എന്തോ ഒരർത്ഥത്തിലാണ്, എന്തോ ധൈര്യത്തിലാണ് പാതിരാത്രിക്ക് ഈ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പം വീട്ടിൽ അപ്പനും അമ്മയും മക്കളെ പഠിക്കാൻ വിടുന്നതാണ്. ഹോസ്റ്റലിൽ നിൽക്കാനാണേലും അങ്ങനെ പഠിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ. ദൈവമേ, അവരറിയുന്നുണ്ടോ? അവർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി മക്കൾക്ക് ഇത്രയും വിദ്യാഭ്യാസം നൽകിയിട്ടും മക്കൾ പോകുന്ന പോക്ക് കണ്ടില്ലേ? എന്നാൽ മക്കളൊന്ന് ചിന്തിക്കണം, എൻ്റെ അപ്പനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എന്നെ ഇത്രത്തോളം പഠിപ്പിച്ചത്. ഇപ്പം എത്ര മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്താലും അപ്പനും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കുന്ന മക്കളാണേ തന്നെ ഈ മക്കൾ നന്നായില്ലെങ്കിൽ എന്തോ ചെയ്യും? പറയുന്നതിനൊരു പരിധിയില്ല ഈ കാലത്ത്. എന്ത് മക്കൾ കുറ്റം ചെയ്താലും പാവം അപ്പനും അമ്മയ്ക്കോ അപ്പനേക്കായി വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായിരിക്കും പേര് വരുന്നത്. ആ തള്ള വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് വേണേൽ പറയും. എന്നാൽ നല്ലതായിട്ട് വളർത്തുന്ന തള്ളമാർ കാണും, അല്ലാതെ മക്കളുടെ ഇഷ്ടത്തിന് വിടുന്നവരും കാണും. നമുക്ക് പറയാനൊക്കത്തില്ല, പല തരത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ പെങ്കൊച്ച് ചെയ്തത് എന്തോ മണ്ടത്തരോ ഈ പെങ്കൊച്ച് കാണിച്ചത്. ആൺപിള്ളേർക്ക് എന്തോ പോകാനുണ്ട്? എല്ലാം നമുക്ക് പോകാനുള്ളത് പെണ്ണുങ്ങൾക്കല്ലേ പോകാനുള്ളത്? അങ്ങനെ ഒരു ന്യൂസ് ഞാനിന്ന് കണ്ടു. ഇങ്ങനെയുള്ള ഒരു മെഴുക്ക് പുരട്ടി, ഇങ്ങനെ മിക്സ് മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഇത് കൂട്ടിങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഒരിച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് നമുക്കൊന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാമേ. അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് മുളക് പൊടി ഇച്ചിരി ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മിക്സ് മെഴുക്ക് പുരട്ടിയാണ്, അതായത് അതിൻ്റെ അകത്ത്
അമരപ്പയറുണ്ട്, കോവയ്ക്കയുണ്ട്, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ ഒരു സവാള. ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ലാസ്റ്റ് ഇച്ചിരി ഗരം മസാല ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ്. ഉപ്പൊക്കെ ഇട്ട് അത് ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടും. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. ഞാനേ ഇച്ചിരി നമ്മുടെ ഗോന്ത് കതീര ഇട്ട് ഇച്ചിരി മോരും വെള്ളം കൂടും. വെള്ളമായിട്ടങ്ങല്ല, വെറുതെ ഒരു വേറിന് വേണ്ടി ഈ തൈരൊന്ന് ഇച്ചിരി ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇവിടെ പോള് കുടിക്കുന്ന കണ്ട ഞാനെന്നാ എൻ്റെ ഇതുകൊണ്ട് ചൂടല്ലേ, പിള്ളേരുടെ ശരീരം ഒന്ന് തണുക്കട്ടെന്നും പറഞ്ഞ് എടാ കുടിക്കടാന്ന് പറഞ്ഞാൽ അവനയ്യോ എന്തോ അവന് വിഷം കുടിക്കുന്നത് പോലെ അവൻ കുടിക്കുന്നത്. ഞാൻ കുടിച്ചു ഞാൻ പറഞ്ഞു ഇത്ര ഇതാണെങ്കിൽ നീ കുടിക്കണ്ടായിരുന്നല്ലോ ഇങ്ങനെ. മൂക്കൊക്കെ പൊത്തി എങ്ങനെയൊക്കെയാണ് അവൻ കുടിക്കുന്നതെന്ന് അറിയാമോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ അഹങ്കാരമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് പഞ്ചസാര കലക്കി തരട്ടെ, നീ ലസ്സിയാന്നും പറഞ്ഞ് കുടിച്ചോളുമല്ലേ. ഞാൻ ടേസ്റ്റൊന്നുമല്ല നോക്കിയത്, എങ്ങനെയും അത് എന്തൊത്തിലേലും കലക്കി നമ്മുടെ ശരീരത്തിൽ ഇച്ചിരി ചെല്ലണം. സാധാരണ നമ്മൾ മോരും വെള്ളത്തിൽ ഉള്ളി ചതച്ചിടും, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ഇടത്തില്ലേ, പച്ചമുളകൊക്കെ. ഇതിപ്പോൾ ഞാൻ ഈ നമ്മുടെ ഗോന്ത് ചേർക്കുന്നത് കൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പ്ലെയിനായിട്ട് ഇച്ചിരി ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ആ സാധനം നമുക്ക് ഒരു ടേസ്റ്റ് മധുരം അങ്ങനൊന്നുമില്ല. അത് പച്ചയ്ക്ക് നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ പച്ചവെള്ളത്തിൽ ഞാൻ ഒരു ദിവസം പച്ചവെള്ളത്തിൽ കുടിക്കാവുന്നവർക്ക് അങ്ങ് കുടിക്കാം. ഇപ്പം ഞങ്ങൾ 2-3 പേർക്കായി. നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ വായിൽ ഇച്ചിരി വരും. നമ്മുടെ ഈ കരിക്കുണ്ടല്ലോ ഏറ്റവും സ്റ്റാർട്ടിങ് പരുവത്തിലുള്ള കിളികളായിരിക്കുന്നത്, അതുപോലെ വായിൽ ഇങ്ങനെ കിട്ടും. എടോ അങ്ങനൊന്നും ആവശ്യമില്ലടാ പോളെ. ഇതാ അഹങ്കാരം എന്ന് പറയുന്നേ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചിന്തിച്ച് മണമോ ഇല്ലേ, എന്നാൽ നമ്മൾ എന്തിച്ച് ചൂടല്ലേ, പിള്ളേരുടെ ശരീരം വെച്ചൊരു തണുത്തോട്ടെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ കൊണ്ട് കൊടുത്തതാ. ഇവന്മാർ ടേസ്റ്റ് എന്തിനാ നോക്കുന്ന, ഗുണം നോക്കിയാൽ പോരെ. അയ്യോ അപ്പച്ചനും കൊടുത്തു, പാവം അപ്പച്ചൻ അതങ്ങ് കുടിച്ച്. കൊച്ചു താഴെ പോയേക്കുമായിരുന്നു. പിന്നെ വന്നതിനെ കൊച്ചിന് കൊടുത്ത്, അവനും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനൊരു ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത്. അപ്പം അതുകൂടെ ചെയ്താൽ പിന്നെ കഴിഞ്ഞ് ഉച്ചക്കത്തെ എല്ലാം റെഡിയായി. പിന്നെ തുണികൾ വിരിക്കാനുണ്ട്. തുണികൾ പിന്നെ അങ്ങോട്ട് ഇട്ടാൽ ഉടനെ ഇപ്പം വാഷിങ് ചെയ്തിട്ട് ഞാൻ തുണികൾ പുറത്തെടുത്ത് വെക്കുവാണെങ്കിൽ തന്നെ ഇച്ചിരി കഴിയുമ്പോൾ തുണികളങ്ങ് ഉണങ്ങിയിരിക്കും. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.